അതിവേഗം കാര്യസിദ്ധി ഫലസിദ്ധിയൊക്കെ കിട്ടുന്നതാണ് വാരാഹി ദേവിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു വരുന്നത്. വാരാഹി ദേവി മന്ത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് വാരാഹി ദേവിനെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? വാരാഹി ദേവി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീവിദ്യാ ഉപാസനാക്രമത്തിൽ ലളിതാംബികയുടെ ദണ്ഡിനി എന്ന് പറയുന്ന സ്ഥാനത്ത്, സേനാധിപതിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വാരാഹിയെ നമ്മൾ ഉപാസിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനും, അതായത് കേവലം ധനത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യാനും, നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ഓടിച്ചുവിടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ദേവതയാണ് ഈ വാരാഹി എന്ന് പറയുന്നത്. ഈ വാരാഹിക്ക് തന്നെ പലതരത്തിലുള്ള വിധാനങ്ങളുണ്ട്. ഇപ്പം വശ്യത്തിനാണെങ്കിൽ നമ്മൾ വശ്യവാരാഹി മന്ത്രം ഉണ്ട്. വശ്യവാരാഹിയുടെ ഹോമവും കാര്യങ്ങളും ചെയ്താൽ വളരെ എഫക്റ്റീവാണ് വശ്യം പോലത്തെ കാര്യങ്ങൾക്ക്. സ്തംഭനത്തിനാണെങ്കിൽ നമ്മൾ മഹാവാരാഹി ഉപയോഗിക്കാം, ഉച്ചാടനത്തിനും മഹാവാരാഹി ഉപയോഗിക്കാം, ധൂമ്രവാരാഹി, അസ്ത്രവാരാഹി, ശത്രു സംഹാരം പോലത്തെ കാര്യങ്ങൾക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വാരാഹി മന്ത്രം കൊണ്ട് പ്രയോഗം ചെയ്യാവുന്നതാണ്. ഇത് തന്ത്രശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസനാക്രമം കൂടിയാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.